നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ആഭ്യന്തര സർക്കാർ രേഖകൾ പ്രകാരം കര, കടൽ, വായു, സൈബർ സ്പേസ് തുടങ്ങിയ സൈനിക ഓപ്ഷനുകൾ നവീകരിക്കുന്നതിനായി 377 ബില്യൺ യൂറോ നിക്ഷേപിക്കാൻ പദ്ധതിയിട്ടു. ജർമ്മനിയുടെ സായുധ സേനയായ ബുണ്ടസ്വെയറിനായി ഒരു വലിയ പുനഃസജ്ജീകരണ പദ്ധതിയാണ് തയ്യാറാക്കിയത്. ബുണ്ടസ്വെയറിനെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമാക്കി മാറ്റുക എന്നതാണ് തന്റെ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ചാൻസലർ ഫെഡറിക് മെർസ് പറഞ്ഞു. ആവശ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അവർക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. മെർസിന്റെ അഭിപ്രായത്തിൽ ജർമ്മനിയുടെ സുരക്ഷ ഉറപ്പാക്കുകയും യൂറോപ്പിനുള്ളിൽ അതിന്റെ പങ്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ആക്രമണത്തിന് പദ്ധതിയിട്ടതായി സംശയിക്കുന്ന സിറിയക്കാരനെ ജർമ്മനിയിൽ അറസ്റ്റ് ചെയ്തു. ജിഹാദിസ്റ്റ് ആക്രമണം ആസൂത്രണം ചെയ്തതായി സംശയിക്കുന്ന 22 വയസ്സുള്ള സിറിയക്കാരനെ ബെർലിനിലാണ് അറസ്റ്റ് ചെയ്തത്. ബെർലിനിലെ ന്യൂ കേൾൻ ജില്ലയിൽ അറസ്റ്റിലായ പ്രതിയെ അന്വേഷണ ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാക്കി. ജിഹാദി പ്രേരിത ആക്രമണം ആസൂത്രണം ചെയ്തതായി പ്രോസിക്യൂട്ടർ പറഞ്ഞു. പ്രതിയുമായി ബന്ധപ്പെട്ട സോണലാലിയിലെ വിലാസം ഉൾപ്പെടെ 3 ബെർലിനിലെ റെസിഡൻഷ്യൽ വിലാസങ്ങളിൽ പ്രത്യേക പോലീസ് യൂണിറ്റുകൾ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന സാങ്കേതിക സാധനങ്ങൾ കണ്ടെത്തി. സമീപ മാസങ്ങളിൽ ജർമ്മനിയിൽ നിരവധി കത്തി ആക്രമണങ്ങൾ ഉണ്ടായി. കൂടാതെ സുരക്ഷാ നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജിഹാദി തീവ്ര വലതുപക്ഷ ലക്ഷ്യങ്ങളോടുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2016 ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ട്രക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി 12 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു കൊലപാതക ജിഹാദി ആക്രമണത്തിന് ശേഷം ബെർലിൻ ജാഗ്രതയോടെ നിരീക്ഷണത്തിലാണ്. കൂടുതൽ നാടുകടത്തലുകൾ ജർമ്മനിയിലെ നഗരപ്രദേശങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് ചാൻസലർ ഫെഡറിക് മെർസ് അഭിപ്രായപ്പെട്ടു. ജർമ്മൻ നഗരങ്ങളിൽ പ്രത്യേകിച്ച് ട്രെയിൻ സ്റ്റേഷനുകൾക്കും നൈറ്റ് ക്ലബ്ബുകൾക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിതമല്ലെന്ന് ഭൂരിഭാഗം സ്ത്രീകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നാടുകടത്തലിന്റെ വേഗതയും അളവും വർദ്ധിപ്പിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നതായി ചാൻസലർ മെർസ് വ്യക്തമാക്കി. ജർമ്മനിയിലെ ദി പ്ലേഫോർഡ് മ്യൂസിക്കൽ ബാൻഡ് സംഘടിപ്പിക്കുന്ന പ്രശസ്തമായ പ്ലേഗ്രൗണ്ട് മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ മലയാളി യുവ സംഗീത പ്രതിഭകളായ സഹോദരിമാർക്ക് ക്ഷണം ലഭിച്ചത് അപൂർവ അവസരമായി. തിരുവനന്തപുരം കുലശേഖരം സ്വദേശികളായ അരുണിത മോഹനും ആന്യ മോഹനുമാണ് ഈ മാസം 7 മുതൽ 9 വരെ നടക്കുന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം ലഭിച്ചത്. ജർമ്മൻ സാംസ്കാരിക കേന്ദ്രമായ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഗോയിദ സെന്ററുമാണ് ഇതിന് വഴിയൊരുക്കിയത്. സ്വാതി തിരുനാൾ ഗവൺമെന്റ് സംഗീത കോളേജിൽ പഠിച്ച അരുണിത പ്രൊഫഷണൽ വൈണികയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ, പാശ്ചാത്യ സംഗീതം എന്നിവ വയലിനിൽ വായിക്കുന്നതിൽ മികവ് പുലർത്തുന്ന ആന്യ പ്രൊഫഷണൽ വയലിസ്റ്റ്, പിയാനിസ്റ്റ്, സംഗീത സംവിധായക തുടങ്ങിയ നിലകളിൽ പ്രശസ്തയാണ്. അപ്പോണെ ഗ്രൗണ്ട് എന്ന പ്രമേയത്തിലാണ് 13ാമത് പ്ലേ ഗ്രൗണ്ട് ഫെസ്റ്റിവൽ നടക്കുന്നത്. യൂറോപ്പിന്റെയും ജർമ്മനിയുടെയും സാംസ്കാരികതയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച വെയ്മാർ നഗരത്തിലാണ് പ്രശസ്തമായ വർക്ക്ഷോപ്പുകൾ, ഐതിഹാസിക സെക്ഷനുകൾ, പരമ്പരാഗത പ്ലേഫോർട്സ് കച്ചേരി എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സംഗീത കച്ചേരി നടക്കുന്നത്. ബോസോ, ഓസ്റ്റിനോറ്റോ, സൗജന്യ വായന, ഇംപ്രവൈസേഷൻ എന്നിവയുടെ ആകർഷമായ ലോകമാണ് ഇവിടെ മിഴി തുറക്കുന്നത്. ഇക്കൊല്ലം ഫെബ്രുവരി 27 കൊച്ചിയിൽ നടന്ന ദി പ്ലേഫോർട്സിന്റെ സംഗീത പരിപാടിയിലെ ഇന്തോ ജർമ്മൻ ഫ്യൂഷൻ അവതരണത്തിന് പ്രേക്ഷക ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയാണ് ജർമ്മനിയിലേക്കുള്ള എൻട്രി നേടിയത്. കലാകാരി സഹോദരിമാരുടെ യാത്രാ ചെലവ്, താമസം എന്നിവയുൾപ്പെടെ മുഴുവൻ ചെലവുകളും ദി പ്ലേഫോർട്സും പ്ലേ ഗ്രൗണ്ടും വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. യുഎസിലെ വിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് തൊഴിൽ പെർമിറ്റ്, എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് പുതുക്കുന്നതിനുള്ള നിയമങ്ങളിൽ യുഎസ് സർക്കാർ കാതലായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ സംവിധാനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർത്തലാക്കിയതോടെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത വർദ്ധിച്ചു. നിയമ ഭേദഗതി ഒക്ടോബർ 30 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പുതിയ ഇന്ററിം ഫൈനൽ റൂൾ പ്രകാരം EAD പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ അപേക്ഷ അംഗീകരിക്കുന്നത് വരെ ജോലിയിൽ തുടരാൻ അനുവദിച്ചിരുന്ന ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ആനുകൂല്യം ഇനി ലഭിക്കില്ല. മുൻപ് EAD പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ അത് തീർപ്പാക്കുന്നത് വരെ 540 ദിവസം വരെ ജോലിയിൽ തുടരാൻ തൊഴിലാളികളെ അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ 30 അതിനുശേഷമോ പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് നിലവിലുള്ള EAD കാലാവധി തീരുന്നതിന് മുമ്പ് പുതിയ പെർമിറ്റ് ലഭിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ജോലി നിർത്തേണ്ടി വരും. അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നവരും H1B വിസ ഉടമകളുടെ ആശ്രിതരായ H4 വിസക്കാരും ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെയാണ് ഈ മാറ്റം ഇപ്പോൾ കൂടുതലായി ബാധിക്കുക.
ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിനിടെ ഒഡീഷ സ്വദേശിയായ ഇന്ത്യക്കാരനെ വിമതസേന തട്ടിക്കൊണ്ടുപോയി. ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ ജില്ലയിൽ നിന്നുള്ള 36-കാരനായ ആദർശ് ബെഹ്റയാണ് സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയത്. ഇയാളുടെ മോചനത്തിനായി ശ്രമങ്ങൾ നടന്നു വരികയാണ്. സുഡാനിലെ അധികൃതരുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്റെ രാജ്യം അടുത്ത ഏകോപനം നടത്തുന്നുണ്ടെന്നും ഇന്ത്യയിലെ സുഡാൻ അംബാസഡർ പറഞ്ഞു. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ അപകടത്തിൽ നിന്ന് ഏക വ്യക്തിയായി അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും ജീവിതം ശൂന്യമായി തോന്നുന്നതായി വിശ്വാസ് കുമാർ രമേശ് പറഞ്ഞു. ജൂൺ 12-നാണ് അഹമ്മദാബാദിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെയും നിലത്തുണ്ടായിരുന്ന 19 പേരുടെയും ജീവനെടുത്ത സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു അത്ഭുതമാണെങ്കിലും ഇദ്ദേഹത്തിന് ഇതൊരു ശാപമായി ഇപ്പോൾ തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അജയ് 35 വയസ്സും കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളിൽ മരിച്ചു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ലെസ്റ്ററിൽ നിന്നുള്ള ബ്രിട്ടീഷുകാരനായ വിശ്വാസ് ശാന്തമായ ശബ്ദത്തിൽ BBC-യോട് പറഞ്ഞതാണ് ഇക്കാര്യം. സഹോദരനെ, വീടിനെ, സന്തോഷത്തെ നഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും ഞാൻ അതിനോട് മല്ലിടുകയാണ്. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ചിത്രങ്ങൾ മായ്ച്ചു കളയാൻ കഴിയുന്നില്ല. നിരന്തര ഓർമ്മകളും പേടി സ്വപ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിലും ചുറ്റും തീജ്വാലകളും പുകയും നിരാശരായ ആളുകളുടെ കരച്ചിലുമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം നടന്നതിന് ശേഷം വിശ്വാസ് ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ പരമാവധി 3 മുതൽ 4 മണിക്കൂർ വരെയാണ് ഉറക്കം. എന്തായാലും അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഇദ്ദേഹത്തിന് ഇപ്പോൾ മാനസികമായും ശാരീരികമായും സുഖമില്ലെന്നാണ് അറിയിക്കുന്നത്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ ബോയിങ് 787 ഡ്രീം ലൈനർ അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന 240 പേരും നിലത്തുണ്ടായിരുന്ന 19 പേരുമാണ് മരിച്ചത്. ടേക്ക് ഓഫ് ചെയ്തതിന് 33 സെക്കൻഡുകൾക്ക് ശേഷം ബോയിങ് 767 2 എഞ്ചിനുകളും വൈദ്യുതി നിലച്ചു. ഇന്ത്യൻ അന്വേഷണ അതോറിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും 2 എഞ്ചിനുകളും കട്ട് ഓഫ് ചെയ്യാൻ സജ്ജമാക്കിയെന്നാണ്. ഇത് മനുഷ്യപ്പിഴവാണോ അതോ 2 പൈലറ്റുമാരിൽ ഒരാളുടെ ആത്മഹത്യയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനത്തിലെ യാത്രക്കാർ പറക്കേണ്ടത് 19 മണിക്കൂർ. ന്യൂയോർക്കിലെ JFK വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂർ ചാങ്കിയിലേക്കുള്ള സിംഗപ്പൂർ എയർലൈൻസിന്റെ യാത്രയാണ് ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ്. 9537 മൈൽ ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് 18 മണിക്കൂറും 50 മിനിറ്റും സമയമെടുക്കും. 2018-ലാണ് കമ്പനി ഇത് ആരംഭിച്ചത്. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഏറ്റവും പുതിയ A350 വിമാനങ്ങളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. നിർത്താതെ 20 മണിക്കൂറിലകം പറക്കാൻ ഇവയ്ക്ക് കഴിയും. പരിഷ്കരിച്ച ഇന്ധന സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിമാനത്തിന് ഇത്രയും നേരം പറക്കാൻ കഴിയും. എന്നിരുന്നാലും ഈ യാത്ര സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല. അതിന്റെ പ്രധാന കാരണം സിംഗപ്പൂർ എയർലൈൻസ് ഈ റൂട്ടിൽ ഇക്കണോമി ക്ലാസ് വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. പകരം കമ്പനി 67 ബിസിനസ് ക്ലാസ് സീറ്റുകളും 94 പ്രീമിയം ഇക്കോണമി ക്ലാസ് സീറ്റുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ ഫ്ലൈറ്റിൽ കയറാൻ യാത്രക്കാരുടെ തിരക്കാണെന്നും റിപ്പോർട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.